സ്കൂൾ ഉപജില്ല കലോത്സവങ്ങളുടെ ഒരു ടൈമാണിപ്പോൾ. കോൺട്രവേഴ്സിക്കൊന്നും ഒട്ടും കുറവില്ല. നോർമലായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കോൺട്രവേഴ്സികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഇഷ്യൂസാണ്. ഓക്കെ, പൈസ വാങ്ങി, ഫേവറേറ്റിസം കാണിച്ചു, ജഡ്ജ്മെൻറ്റിലെ വിഷയം, കുട്ടികളും മാഷുമാരും തമ്മിൽ അടി ഉണ്ടാക്കുന്നു, ഒരു സ്കൂളിലെ മാഷുമാരും വേറെ സ്കൂളിലെ മാഷുമാരും തമ്മിൽ അടി ഉണ്ടാവുന്നു, കുട്ടികളും തമ്മിൽ തല്ലുണ്ടാവുന്നു, പാരൻസും ടീച്ചേഴ്സും തമ്മിൽ അടി ഉണ്ടാവുന്നു. അങ്ങനെ കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിലേക്ക് പുതിയൊരു എൻട്രി വരികയാണ്. ഹനാൻഷ ഇട്ടൊരു സ്റ്റോറി. ഓക്കെ, ഒരു റീൽസ് കോമ്പറ്റീഷൻ. നിലമ്പൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് റീൽസ് എടുക്കാം സമ്മാനം നേടാം. ഇതുവരെ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇവരിത് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് ജില്ലകളിൽ അത് ഏറ്റുപിടിച്ചു. 2ാമത്തെ വർഷവും അവരത് വീണ്ടും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കി. അതിൽ തന്നെ 5000 രൂപ 1ാം സമ്മാനം, 3000 രൂപ 2ാം സമ്മാനം, 2000 രൂപ 3ാം സമ്മാനം, ഇങ്ങനെ സമ്മാനവും തീരുമാനിച്ചു. കോൺട്രവേഴ്സി എങ്ങനെയാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് പല റീൽസ് കോമ്പറ്റീഷനും പലരും അനൗൺസ് ചെയ്തിട്ട് ലാസ്റ്റ് അത് അടപടലം മൂഞ്ചി ഒരു സ്കാമായിട്ട് മാറും. ഇവിടെ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, എന്നാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. എന്നാൽ എല്ലാവർക്കും കിട്ടിയോ ചോദിച്ചാൽ കിട്ടി. ഒരു കൺഫ്യൂഷനില്ലേ? ഹനാൻഷ ഇട്ട സ്റ്റോറി നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ഹായ്. അപ്പം ഞാൻ തീർത്തും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്, കള്ളക്കളികൾ കലോത്സവത്തിന് അന്നും ഇന്നും പുത്തിരിയല്ല. അതിപ്പോൾ എല്ലാ വർഷവും കലോത്സവം നടക്കുന്ന സമയത്തും നമ്മൾ കാണുന്നതാണ്, ഇപ്പോഴും എല്ലാ വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ 10 വർഷത്തോളം പഠിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ് ജില്ലയായ ഞാൻ 10 വർഷത്തോളം പെർഫോം ചെയ്ത് എന്നെ ഞാനാക്കി മാറ്റിയൊരു സബ് ജില്ലയിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണേ, ഒരുപാട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും ഉള്ള ഒരു സബ് ജില്ലയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം ഇന്ന് സംഭവിച്ചു. അപ്പൊ അതിന് കുറച്ച് അനേകം ആൾക്കാർ, അതിന് ഒരുപാട് അവാർഡിന് അർഹരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ പറയണ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പം ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത സ്റ്റോറിയിൽ പറഞ്ഞുതരാം. അപ്പം നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥത്തിന്റെ ഭാഗമായിട്ട് ഒരു റീൽസ് കോൺടെസ്റ്റ് കലോത്സവ മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതിന്റെ സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസ് വേണം, ലൈക്ക് വേണം, കമന്റ് വേണം, മികച്ച വീഡിയോ ആവണം, ഇങ്ങനെ ഒരു 4-5, പിന്നെ കലോത്സവത്തിന്റെ തീം വേണം, ലോഗോ വേണം, 5-6 മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ഇത് പാലിച്ചിട്ട് ഇപ്പച്ചിന്റെ സ്കൂളിൽ LP UP കുട്ടികളാണ്, അവർക്ക് ഇൻസ്റ്റാഗ്രാമോ സംഭവങ്ങളൊന്നുമില്ല. അവരൊരു വീഡിയോ പുറത്തിറക്കി. അപ്പൊ അവസാന ദിവസം വരെ നമ്മൾ ആരും കൂടണില്ല, കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇത് എടുക്കണില്ല. പക്ഷെങ്കിൽ കൂടെ മത്സരിച്ച ആൾക്കാർ ഫേക്ക് വ്യൂസ് കയറ്റിയിട്ട് ഈ പാവങ്ങളെ സ്കൂളിൽ ഇപ്പാന്റെയും സ്കൂളിലത്തെ ചെറിയ കുട്ടികളെ ഉമ്മമാരും ഇവരൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വ്യൂസിന്റെ മുകളിൽ വ്യൂസ് കൊണ്ടുപോയി തുടങ്ങി. ഫേക്ക് വ്യൂസും സാധനങ്ങളും കയറ്റിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് 100K 500K 800K 1.5 മില്യണക്ക് പോണ വീഡിയോസ് വരൽ തുടങ്ങി. അപ്പോഴാണ് ഞാനും ബാസിലും നമ്മളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ചെറിയ കുട്ടികളെ വീഡിയോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു കുഴപ്പമില്ലാത്ത 21 ലക്ഷം ആൾക്കാരിലേക്ക് ആ കണ്ടന്റ് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു ഒരു ദിവസം മുന്നേ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കള്ളക്കളി കളിച്ച്, അതായത് ഫേക്ക് വ്യൂസ് എല്ലാം അടിച്ചു കയറ്റി നിൽക്കണ സ്കൂളുകാരെല്ലാവരും ഇടയ്ക്ക് ഈ പാവം LP UP സ്കൂൾ കുട്ടികളെ വീഡിയോ ഞങ്ങളെല്ലാവരും സഹായിച്ച് നല്ല വ്യൂസിലെത്തി ഒരു ജയിക്കുന്ന ഒരു പൊസിഷനിലെത്തി. അപ്പൊ 1ാം സ്ഥാനക്കാർക്ക് 5000 രൂപ ഉണ്ട്. അത് പോട്ടെ, പൈസ അല്ല ഇവിടെ പ്രശ്നം. അപ്പൊ ഇവർ 1ാം സ്ഥാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഡേറ്റ് 2 പ്രാവശ്യം മാറ്റി. ആദ്യത്തെ ദിവസം മാറ്റി, 2ാമത്തെ ദിവസം മാറ്റി. അതായത് ബാക്കിയുള്ളവർക്ക് മാക്സിമം ടൈം കൊടുക്കുകയാണ്. അതായത് ഫേക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൊണ്ടുപോകാം, അത് കൊടുത്തിട്ട് വേണം മറ്റുള്ള തോൽപ്പിക്കാൻ എന്നുള്ള കളിയാണ് ഫസ്റ്റ് മുതൽ കളിക്കുന്നത്. 2 ദിവസം ടൈം കിട്ടിയിട്ടും വേണ്ടപ്പെട്ട ഫേക്ക് വ്യൂസ് ഒന്നും ഒറിജിനൽ വ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് മാനദണ്ഡങ്ങളിൽ 5-6 മാനദണ്ഡങ്ങളിൽ 5ഉം അല്ലെങ്കിൽ 5-ൽ 4ഉം പാലിച്ച് ഫസ്റ്റ് ആയിട്ട് ഈ LP UP കുട്ടികളെ റീലെത്തി നിൽക്കുന്ന സമയത്ത് ഇവര് എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ കോമഡി. അതായത് മാനദണ്ഡങ്ങൾ കറക്റ്റ് ഇതുണ്ട് കേട്ടോ. ഇതിന്റെ മാനദണ്ഡങ്ങളെ അടുത്ത സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് എന്താണ് എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയും. ഹനാൻഷ ഭയങ്കര വൈറൽ സ്റ്റാറാണ് സോഷ്യൽ മീഡിയയിൽ, നമുക്ക് എല്ലാവർക്കും പറയാം. ഹനാൻഷ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ റെയറാണ് ചെയ്യാറ്. സംഗതി വ്ളോഗിലൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുന്ന ക്രിറ്റിസിസം കമൻറ്റിലൊക്കെ വരുന്ന അൺവാണ്ടഡ് സാധനങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോണ്ടൻറ് ക്രിയേറ്റർക്ക്
അത്യാവശ്യം നല്ല രീതിയിലുള്ള അറിവുണ്ടാവും. ആ ഒരു അറിവിൻ്റെ ബേസിസിൽ തന്നെ ആയിരിക്കും ഹനാൻഷ ഇരുന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഹനാൻഷാൻ്റെ മില്യനുള്ള പേജിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്റ്റോറി വ്യൂ വരും, ഹനാൻഷാൻ്റെ ബെൽറ്റ് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് എത്ര വ്യൂ കയറും. അതൊരു ഓർഗാനിക് സാധനമാണ് എന്നുള്ളത് അവർക്ക് കൺഫേം ആണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോമ്പറ്റീഷന് ലൈക്ക് കയറ്റുക, കമൻസ് കയറ്റുക, ഷെയർ കയറ്റുക, വ്യൂസ് കയറ്റുക, വോട്ടടിച്ച് കയറ്റുന്ന പരിപാടിയാണ്. ഈ പരിപാടി ചെയ്ത് ഒരു കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പലരും പല തത്രപ്പാടിലും ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കും. ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോറിതം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. പണ്ടത്ര ഈസി ആയിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. ഇപ്പം അൽഗോറിതം ഒന്നും നോക്കണ്ട, ഇപ്പം നോർമലി ഒരു പ്രൊഫൈൽ നോക്കിയാൽ തന്നെ നമുക്ക് വിസിബിൾ ആവും. ഓക്കെ, റേഷ്യോസ് കറക്റ്റ് ആവില്ല വീഡിയോൻ്റെ. പിന്നെ ഇൻസൈറ്റ്സ് ഒക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ഏത് ടൈമിലാണ് ഇത് പീക്ക് ചെയ്തത്, അങ്ങനത്തെ പല പല സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഒരു കോണ്ടൻറ് ക്രിയേറ്റർക്ക് എന്നല്ല, നോർമൽ മനുഷ്യൻ്റെ ആ ഒരു മാസീവ് വേരിയേഷൻസ്, അതായത് ബോട്ട് കയറിയ വേരിയേഷൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫേവറേറ്റിസം കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, അതും സക്സസ്ഫുള്ളായിട്ട് ഇതേ ടീം കഴിഞ്ഞ വർഷം ഇതേ റീൽസ് കോമ്പറ്റീഷൻ ചെയ്ത് കാണിച്ച് സക്സസ്ഫുള്ളാക്കി അത് കേരളം മൊത്തം ഏറ്റെടുത്തതാണ്. ഓക്കെ, നിലമ്പൂർ ഉപജില്ല കലോത്സവത്തിൻ്റെ ഈ ഒരു റീൽസ് മറ്റേ കോമ്പറ്റീഷൻ പാറ്റേൺ ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് സക്സസ്ഫുള്ളായി. അപ്പോൾ ഇവർ തുടങ്ങി വെച്ചൊരു ഐറ്റത്തിനകത്ത് ഇവർ തന്നെ ഒരുമാതിരി വേറൊരാളെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു വാശിപ്പുറത്ത്. അപ്പോൾ ഹനാൻഷ ഒരു നോൺ ഫിഗറാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഒരു റീല് അവരങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു മാസീവ് വ്യൂ കയറുമ്പോൾ ചിലപ്പോൾ അതിൽ ഉരുവൊട്ടുന്നവർ കാണും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം എടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹനാൻഷി ടീമും കൂടി ഓർഗാനിക്കലി ഒരു സൈഡിൽ നിന്ന് അവരുടെ വ്യൂസ് അവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ ദിവസം മാറ്റി വെച്ചതും ഡേറ്റ് അനൗൺസ് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ള ടൈമൊക്കെ എടുത്തിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൽ വന്ന സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 5000, 3000, 2000 ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ച പൈസ ഇതിൽ പങ്കെടുത്ത ഓൾമോസ്റ്റ് ആ ഒരു എന്താ പറയുക വിജയികളായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഇവർക്ക് തോന്നിയത് ഏറ്റവും നല്ലത് ഏതാ തോന്നിയ ആൾക്കാർക്കൊക്കെ ഈവണായിട്ട് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബാക്കി കാണാം. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും കോമഡി കലോത്സവം റീൽസ് കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്ത മീഡിയ കമ്മിറ്റിൻ്റെ റൂൾസ് ഞാൻ വായിച്ചു തരാം. മികച്ചതും കൂടുതൽ വ്യൂവേഴ്സും ലൈക്കുള്ളതും കമൻ്റ് ഉള്ളതുമായ വീഡിയോ ആരാണ് തയ്യാറാക്കിയതാണ് അവർക്കാണ് സമ്മാനം നൽകുക. ഈ സംഭവം എല്ലാവരും കണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ 5-ൽ 4 കൃത്യമായി പാലിച്ച് എല്ലാത്തിലും എടുത്തുകൂടി, അതായത് ആ വീഡിയോന്റെ പൊസിഷൻ കൂടി ബാക്കിയുള്ള വീഡിയോസ് എത്തിയിട്ടില്ല, അവിടം വരെ എത്താത്ത വീഡിയോസിനെ വരെ ഇവർ കൂട്ടു നിർത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് കള്ള വ്യൂസ് കയറ്റിയവനക്കും ജയിച്ചവനക്കും, അതായത് കഷ്ടപ്പെട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച സ്കൂളുകാർക്ക്, അതുപോലെ അവരുടെ പാരന്റ്സിന്, അവരുടെ കുട്ടികള്, ഇവർക്കും ഒരു സമ്മാനം. ഇങ്ങനെ കണ്ട ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് വ്യൂസ് കുത്തി കയറ്റിയ സ്കൂളുകാർക്കും ഒരു സമ്മാനം. അതായത് ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ഓട്ട മത്സരത്തില് ഉത്തേജകം അടിച്ചിട്ട് ഒരു അത്ലറ്റ് റൺ ചെയ്യാണ്, റൺ ചെയ്ത് കണ്ട് ഓനെ പുറത്താക്കി. എന്നാ ഉസൈൻ ബോൾട്ട് പോയി ഗോൾഡ് മെഡൽ അടിച്ചു. അപ്പോൾ ഒളിമ്പിക്സ് കമ്മിറ്റി ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഉസൈൻ ബോൾട്ട് ഗോൾഡ് മെഡൽ അടിച്ചതൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ ഉത്തേജകം അടിച്ചവനും കൂടി ഗോൾഡ് മെഡൽ ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളൊന്ന് കൂടിയെടുക്കണം. അതാണ് ഇപ്പം ഈ നിലമ്പൂർ കലോത്സവത്തിലെ മീഡിയ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാല്, അല്ലെങ്കിൽ എങ്ങനെ തെറ്റുണ്ടെന്ന് തോന്നുന്നവരോട് പറഞ്ഞോളി. ഇനി ഇതിന്റെ മറ്റേ വിധി പ്രഖ്യാപന വീഡിയോ ഉണ്ട്. അപ്പൊ എന്താ പറയുക, ഒരു കുട്ടി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ കലോത്സവത്തിന്റെ സമയത്തിൽ ജഡ്ജസ് പല തവണ നമുക്ക് പണിയുന്നു. കുറെ ജഡ്ജസ് ഉണ്ട്, അതായത് ഇങ്ങനെ എത്ര നന്നായി പാടിയാലും ഇനി തെറ്റിച്ച് പാടിയവന് ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് നല്ല ചേൽക്ക് പാടി, അതായത് പാടുന്നതിന്റെ ഇടയിൽ ഒന്ന് വെള്ളമിറക്കി പാടണവന് ഫസ്റ്റ് കിട്ടും ചെയ്യും. വെള്ളം നിറക്കാതെ നമ്മൾ പാടി കറക്റ്റ് പാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് തരൂല്ല. അങ്ങനത്തെ സംഭവങ്ങൾ അടക്കം, അങ്ങനത്തെ ഒന്നൊന്നല്ല, എത്രയോ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും റീൽസിൽ കാണുന്നുണ്ടാവും എല്ലാ സംഭവങ്ങളും. അപ്പൊ ഇതൊന്നും ആ കുട്ടികളെ പ്രായത്തിൽ ആരും റിയാക്ട് ചെയ്യൂല. കാരണം ഓൾക്ക് റിയാക്ട് ചെയ്തിട്ട് ഓല് പറയും അപ്പീലിന് പോയിക്കോളി അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് അവിടെ പോയി അവിടെ ഇതേപോലത്തെ കുറച്ച് ആൾക്കാർ കൊനെ അറിയാണ്, ഇതാണ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പാവ ഉമ്മമാര് ഇവൽക്കൊന്നും പറയാൻ ആരുമില്ല. ഇവലൊക്കെ ഇത് രാപ്പകലില്ലാതെ ഷെയർ ചെയ്ത് ഇവലെ കുടുംബക്കാർക്ക് അയച്ചു കൊടുത്ത്, കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത്, വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് കൂട്ടാണ് ഈ വ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് അത് തള്ളി കൊടുത്തിട്ട് ബാക്കിയുള്ള കള്ളന്മാർക്ക് 500 ഒരു കളൻ 500, രണ്ടാമത്തെ കളൻ 500 എന്നിട്ട് ഇത് ഇങ്ങനെ വീതിച്ച് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കാണ് ഇപ്പൊ ചെയ്യണം.
ഹനാൻഷ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി തെറ്റ് തോന്നുന്നില്ല. ഇതിപ്പോൾ മാഷിമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മീഡിയ കമ്മിറ്റീൻ്റെ ഭാഗത്തുനിന്നോ ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോണത് എന്തായിരിക്കും എന്നറിയോ? കുട്ടികളെല്ലാവരും പങ്കെടുത്തവരിൽ മികച്ച കുട്ടികൾ അല്ലെങ്കിൽ മികച്ച റീൽസ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരാളുടെ മികവ് കണ്ടെത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അതുകൊണ്ട് എല്ലാവരുടെ മേക്കിങ്ങിനും എഫേർട്ടിനും എല്ലാം കൂടി കൂട്ടിയിട്ട് കുറേ പേർക്ക്, അതായത് മികവ് തോന്നിച്ച കുറേ ആൾക്കാർക്ക് ഈ സമ്മാനത്തുക വീതിച്ചു കൊടുത്തു. ഇതായിരിക്കും മാഷുമാരുടെ ഒരു എക്സ്പ്ലനേഷൻ തിരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ മീഡിയ കമ്മിറ്റി നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡുകളാണെന്ന് പറയേണ്ടി വരും, ഹനാൻഷ പറഞ്ഞ പോലെ. കാരണം നിങ്ങളൊരു പോസ്റ്റ് അടിച്ചിറക്കി, എന്നിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുകയാണ്. വ്യൂസ് ഇത്ര വേണം, ലൈക്ക് ഇത്ര വേണം, ഷെയർ ഇത്ര വേണം, എൻഗേജ്മെൻറ്റ് ഇത്ര വേണം എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൻ്റെ റൂൾസ് എഴുതണമായിരുന്നു? ഈ റീൽസ് മോഡറേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒരു പാനൽ കാണും. ആ പാനൽ ഈ റീൽസിൻ്റെ വ്യൂ മാത്രമല്ല, അതിൻ്റെ എൻഗേജ്മെൻറ്റ് മാത്രമല്ല, വേറെ അതിന് പുറമെ ഇതിനെടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ അതിനെടുത്ത ഒരു എന്താ പറയുക മേക്കിംഗ് ക്വാളിറ്റി, കണ്ടൻറ്റ് ക്വാളിറ്റി, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് അവരുടെ വിധിയും പിന്നെ ഈ റീൽസിന് വന്നിട്ടുള്ള ഇൻട്രാക്ഷനും കൂടിയും കൂട്ടിയിട്ടായിരിക്കും ഇതിനുള്ള വിന്നർ അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം എന്തായി? അപ്പോൾ കറക്റ്റായി. ഞാൻ, അപ്പൻ തമ്പുരാൻ, സുഭദ്ര ഞങ്ങൾ തീരുമാനിക്കും ആഭരണ പെട്ടി അവിടെ എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹനാൻഷായ്ക്ക് ഒന്നും വന്ന് ചോദിക്കാൻ പറ്റില്ല. ആർക്കും ഹനാൻഷാ നല്ലൊരു മനുഷ്യന് ചോദിക്കാം, സുക്കംബർഗിന് അടക്കം വന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ? കമ്മിറ്റീൻ്റെ അപ്പുറത്ത് അവരുടെ തീരുമാനം 50-50 പരിപാടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയവരൊരു മണ്ടന്മാരാണ്. ഏതോ മണ്ടൻ മീഡിയ സെല്ലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഉണ്ടാക്കിയൊരു വട്ടത്തലാണ് ഈ റൂള്. ഓക്കെ. പിന്നെ ഇവരൊട്ടും പ്രതീക്ഷിച്ച് കാണില്ല ഇതിലേക്ക് ഹനാൻഷ വരും, അല്ലെങ്കിൽ ഇത് ഹനാൻഷാൻ്റെ ഭാഗത്തുനിന്നൊരു ഷെയർ വരും, സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾ ഷെയർ ചെയ്തതിന് ഹൈപ്പ് കയറും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹനാൻഷ അടക്കം ഷെയർ ചെയ്തൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ്റെ ഷെയർ മേടിച്ചിട്ട് അങ്ങനെ ഒരു സാധനം അങ്ങനെ ഉണ്ടാക്കണ്ട എന്നുള്ള വാശിക്ക് ചിലപ്പോൾ എല്ലാവരും വെച്ച് പണിഞ്ഞതാവാനുള്ള ചാൻസും ഉണ്ട്. ഹൈ, എന്താണ് ആ വിധി നിർണയം? കാരണം എന്താ പറയുക, ഇത് എനിക്കുള്ള കൈയടിയല്ല, ഇത് ഓൽക്കുള്ളതാണ്. കാരണം ഈ കള്ളന്മാരെ മൊത്തം കള്ള വ്യൂസ് കുത്തിക്കയറ്റി എല്ലാവരും നാളെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സമാപന സമ്മേളനത്തിന് നല്ല പൈസ പൊട്ടിച്ച വേദിയിൽ വെച്ചിട്ട് കള്ളന്മാർക്ക് നാളെ അങ്ങനെ നിങ്ങൾ മറ്റേ ലെറ്റർ പാഡിൽ പൊതിഞ്ഞു കൊടുക്കണം ക്യാഷ് പ്രൈസ്. കള്ളന്മാർക്ക് ജനങ്ങളെ മുന്നിൽ, അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നാളെ അവിടെ തന്നെ നിങ്ങൾ ഇത് ക്യാഷ് പ്രൈസ് കൊടുക്കണം. അപ്പോൾ എനിക്കിത് വേറെ ആരെ കുറിച്ചും അല്ല കേട്ടോ. വേറെ ഇപ്പോൾ കലോത്സവത്തിൽ കുറേ കമ്മിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഈ ചെയ്ത കമ്മിറ്റി ഇത് ചെയ്തത് തെറ്റാണ്. നിങ്ങൾ ചെയ്തത് 100% തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത 100% തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത ഉമ്മമാരെയും കുട്ടിയാളെയും മണ്ടന്മാരാക്കിയിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങൾക്ക് എന്നും എടുക്കാൻ പറ്റട്ടെ. കള്ളന്മാർക്ക് ഇതേപോലെ സ്റ്റേജിൽ എന്നും നിങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കാൻ ഇനിയും പറ്റട്ടെ. ആ ഒരു പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച കാലത്തെ ആ ഒരു പാരമ്പര്യം എന്നും ഇനി ഇതുപോലെ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കാത്തു സൂക്ഷിച്ചു കൊടുക്കാൻ നിങ്ങളെ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിന്റെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ് ജില്ലയാണ് നിലമ്പൂർ. കാരണം ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ്, ഒരുപാട് ടീച്ചേഴ്സായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഫുഡ് വെച്ച് പോകുന്ന കമ്മിറ്റികളെ കാണുന്നുണ്ട്, നല്ല രീതിയിൽ സൗണ്ട്, നല്ല രീതിയിൽ ട്രോഫി കൊടുക്കുന്ന കമ്മിറ്റി, നല്ല രീതിയിൽ കുട്ടികളെ അറിയുന്നു. ഓക്കെ. അപ്പോൾ ഹനാൻഷയുടെ ഉപജില്ല ഒരു എക്സ്പീരിയൻസ് കൂടിയും പറഞ്ഞിട്ട് ഹനാൻഷ അത് നിർത്തുകയാണ്. ശരി, ഹനാൻഷ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇത് സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇതൊരു ട്രെൻഡാണ് ആക്ച്വലി. ഓക്കെ. ടീച്ചർമാർക്കും മാഷുമാരുടെ ഇടയിലും അവരുടെ കലോത്സവങ്ങൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാനും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാനും ചെയ്യും. ഒരു കലോത്സവത്തിൻ്റെ വിഷ്വൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചില കുട്ടികളുടെ എക്സ്പ്രഷൻസ്, ചില കുട്ടികളുടെ ലുക്ക്, ചില കുട്ടികളുടെ പെർഫോമൻസുകളൊക്കെ ഭയങ്കര വൈറലാവുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് വരും, വിസിബിലിറ്റി വരും. അങ്ങനെ കുറച്ച് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ പറ്റുന്നൊരു ഐറ്റമൊക്കെയാണ് കലോത്സവ വേദികളുടെ വീഡിയോസ്. അപ്പോൾ റീൽസ് കോമ്പറ്റീഷൻ കൂടി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ അവർക്കൊരു പ്രൊമോഷൻ സാധനം പോലെ കിട്ടുന്നൊരു ഐറ്റമാണല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരെ കൊണ്ടുപോയി വെക്കണം, ഈഗോ സാധനം ഇല്ലാത്തവരെ കൊണ്ടുപോയി വെക്കണം. മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഐഡിയയും വേണം, കുറച്ച് ഈഗോ ഒഴിവായിട്ട് ഒരു ഫെയർ ഡീൽ നടത്താൻ പറ്റുന്നവരെ വേണ്ട ഇങ്ങനത്തെ കമ്മിറ്റിയിലൊക്കെ എടുക്കാൻ. ആദ്യ വർഷം നിങ്ങൾ നടത്തി, അത് കേരളം മൊത്തം ഏറ്റെടുത്തു. ഇപ്പം നിങ്ങൾ നടത്തി, അത് ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത് കേരളം മൊത്തം അറിഞ്ഞു. ഇത്രയല്ലേ നടന്നേ. അപ്പം ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക. കാരണം എന്താ അറിയുമോ, ഇതിനെക്കുറിച്ച് അറിയുന്ന, പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. പണ്ടത്തെ പോലെയൊന്നും ഒരാൾക്കും ഒരു വിഷയത്തിലും ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമൊന്നുമില്ല.
ഓക്കെ, അതും പ്രത്യേകിച്ച് കുട്ടികളുടെയും അതേപോലെ ഇവിടുത്തെ റെസ്പോൺസിബിളായിട്ട് നടക്കേണ്ട ഓർഗനൈസ് ചെയ്യേണ്ട പരിപാടികളുടെ കാര്യമാകുമ്പോൾ സ്വന്തം സെൽഫായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിക്ക് ഹാംഫുൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിട്ട് പോടെ ഈ മൈൻഡിലെടുക്കാം. പക്ഷെ ഇതല്ല, ഇത് ഓൾറെഡി കുട്ടികൾക്ക് വലിയ ട്രോമയാണ് ഈ കലോത്സവങ്ങളിൽ നടക്കുന്ന പല പരിപാടികളും. ജഡ്ജ്മെൻ്റ് അടക്കം പല സീനുകളും അങ്ങനെയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു, കുറച്ച് ഒപ്പന കളിക്കുന്ന കുട്ടികൾ സ്റ്റേജിന്മേൽ വീണ് ഒപ്പന കളിച്ച ടീമിന് പ്രൈസ് കൊടുത്തു, മര്യാദയ്ക്ക് കളിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജിനെ കൂക്കി പൈപ്പിച്ച് ഗേറ്റ് വരെ ഓടിപ്പിച്ച് വിടുന്ന വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കലോത്സവത്തിന് ശേഷമുള്ള അടി, തല്ല് വട്ടം തിരിഞ്ഞുള്ള അടി, ഞാൻ ആ വിഷ്വൽസ് ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല, മക്കളുടെ വിഷ്വൽസ് ആയതുകൊണ്ട് ഞാൻ വെക്കാതെ ഞാൻ വിടുകയാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറച്ച് കാലമായിട്ട് നടക്കുന്ന കലാരൂപങ്ങൾ അങ്ങനെ തന്നെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഐറ്റം കൂടി വന്നുകൊണ്ട് വരും കാലത്തൊക്കെ ഇതേപോലെ കലോത്സവത്തിന് വേണ്ടി നടത്തിയ കോണ്ടസ്റ്റിൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു ഐറ്റം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരാൻ ഒരിടം ഉണ്ടാക്കരുത് നിങ്ങൾ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. എന്താണെങ്കിലും ഇവർ ഈ വീതിച്ച് പൈസ കൊടുത്ത പരിപാടി ആക്ച്വലി മൊറാൽ ഡൗൺ ചെയ്യുക എന്നുള്ളൊരു ഐറ്റം ഉണ്ട്. അതായത് ഏതെങ്കിലും ടീം, ഇപ്പോൾ എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഒരുപോലെ എല്ലാവരും എഫേർട്ട് ഇട്ടിട്ട് എല്ലാവർക്കും വിന്നറാവാൻ പറ്റുമെന്നില്ല. ഒരു പെർട്ടിക്കുലർ ചലഞ്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് മുകളിൽ ഒരു എക്സ്ട്രാ എഫേർട്ട്, ഒരു എക്സ്ട്രാ USP എന്തെങ്കിലും ഒരാൾ കാണിച്ചാലാണ് ഫൈനൽ റിസൾട്ടിൽ അതിനൊരു സാധനം വരും. മനസ്സിലായില്ലേ? ഈവൻ ഹനാൻഷ ഷെയർ ചെയ്തതാണെങ്കിൽ അടക്കം, ഇപ്പോൾ ഹനാൻഷ ഷെയർ ചെയ്തൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഹനാൻഷൻ്റെ ഉപ്പാൻ്റെ പേജിലാണ് അത് ഇട്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഹനാൻഷ ഒരു സാധനം ഷെയർ ചെയ്തു, ആ ഷെയർ ചെയ്യുന്നത് ഹനാൻഷയ്ക്ക് ഒരു ക്വാളിറ്റി തോന്നിയുകൊണ്ടാണല്ലോ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് പലരും ചിലപ്പോൾ വീഡിയോ കാണുന്ന ഒരു ആസ്പെക്റ്റ് പറയും, ഹനാൻഷ ഓൻ്റെ വേണ്ടപ്പെട്ടവരതോ ആരുതെങ്കിലും അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഹനാൻഷാനെ തോന്നിയിട്ടില്ല. ക്വാളിറ്റി ഉള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം അവനെ അറിയാം വള്ളി പിടിക്കാതെ ഇങ്ങനെ പോകാമെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എന്താണെങ്കിലും ഓരോ ചലഞ്ച് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ വയ്ക്കുമ്പോൾ ഫെയറായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫെയറായിട്ട്, പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ ഫെയറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കുക. ഡിപ്ലോമാറ്റിക് ലൈനിലോ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ലൈനിലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പാർട്ടി പരിപാടിയൊന്നുമല്ലല്ലോ, മക്കളെ പരിപാടിയില്ലേ. കുറേ വർഷങ്ങളായിട്ട് ജഡ്ജ്മെൻറ്റ് പേരിൽ കുറേ കുട്ടികൾക്ക് ട്രോമ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി റീൽസിൻ്റെ പേരിൽ കോമ്പറ്റീഷൻ വെച്ചൊരു ട്രോമ ഇട്ട് കൊടുക്കരുത്.